ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയ ബലരാമൻ ഉടൻ തന്നെ ഒരു തണുത്തതും പിരിമുറുക്കമുള്ളതുമായ അന്തരീക്ഷം ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ ആരും അവന്റെ തിരിച്ചുവരവിൽ സന്തുഷ്ടരല്ലെന്ന് തോന്നുന്നു. അയാൾ സുജിയെ സമീപിച്ച് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട്. അവളുടെ മുഖം നീണ്ടിരിക്കുന്നതും തന്റെ വരവിൽ അവൾക്ക് സന്തോഷമില്ലാത്തതും എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നു. സുജ തന്നെ ഇങ്ങനെ പെരുമാറാൻ പ്രേരിപ്പിച്ചത് എന്താണെന്ന് കൃത്യമായി അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായി മറുപടി നൽകുന്നു. അദ്ദേഹം കാര്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഈ വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. അലികയെ രക്ഷിക്കാനും വീണ്ടെടുക്കാനും മാത്രമാണ് താൻ എല്ലാം ചെയ്തതെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ബലരാമൻ സ്വയം പ്രതിരോധിക്കുന്നു. അലിക നിലവിൽ അവരുടെ കൈകളിലാണ്. അതുകൊണ്ടാണ് താൻ അവരോടൊപ്പം കളിക്കുകയും അവരോടൊപ്പം തുടരുകയും ചെയ്യുന്നതെന്ന് അദ്ദേഹം പറയുന്നു. ബിസിനസ്സിൽ ഇത് തികച്ചും സാധാരണമാണെന്നും അവൾ അമിതമായ സമ്മർദ്ദത്തിലാകുകയോ അതിനെ വൈകാരിക തീവ്രതയോടെ കാണുകയോ ചെയ്യരുതെന്ന് അദ്ദേഹം സുജിയോട് പറയുന്നു. അവന്റെ യുക്തിയിൽ മയങ്ങാതെ അവനോട് കൂടുതലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് സുജ നടന്നു പോകുന്നു. അടുത്ത രംഗത്തിൽ സാഗർ ബലരാമനെ ശകാരിക്കുന്നു. ബലരാമൻ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവന്റെ അച്ഛൻ സാഗർ അവനെ നേരിടാൻ കടന്നുവരുന്നു. സാഗർ ബലരാമനോട് തന്റെ പ്രവൃത്തികൾ പൂർണ്ണമായും അസ്വീകാര്യമാണെന്ന് പറയുന്നു. കൃഷിനെയും മുഴുവൻ കുടുംബത്തെയും പരിപാലിക്കുമെന്ന വാഗ്ദാനമാണ് കാണിക്കുന്നത്. ഉപേക്ഷിച്ചു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അയാൾ ഓർമ്മിപ്പിക്കുന്നു. കൃഷ് തന്റെ സ്വന്തം രക്തസഹോദരനാണെന്ന് സാഗർ ഊന്നി പറയുന്നു. പക്ഷേ ബലരാമൻ തിരിച്ചുവന്ന് അയാളുടെ പിന്നിൽ കുത്തി ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഈ വിശ്വാസവഞ്ചനയ്ക്ക് ഒരു ന്യായീകരണവുമില്ലെന്ന് അദ്ദേഹം പറയുന്നു. സാഗർ പുറത്തേക്ക് പോകുന്നു. ബലരാമൻ സ്വയം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ബലരാമൻ എന്തു ചെയ്യാൻ കഴിയുമെന്ന് താൻ ഇതിനകം കണ്ടുവെന്ന് പറഞ്ഞ് സാഗർ അവന്റെ വായ തുറക്കുന്നു. ബലരാമൻ തികച്ചും കൈകാര്യം ചെയ്തു എന്ന് പരിഹാസപൂർവ്വം പറയുന്നു. ബലരാമനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ജീവിതം നയിക്കാൻ പറയുന്നു. അടുത്ത രംഗത്തിൽ ബലരാമന്റെ കോർപ്പറേറ്റ് യുക്തിയെ കൃപ നിരസിക്കുന്നു. കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബലരാമനെ അടുത്തതായി നേരിടുന്നത് കൃപയാണ്. കൃഷ് എങ്ങനെയൊക്കെ ശ്രമിച്ചാലും കൃഷിനോട് ചെയ്തത് വളരെ തെറ്റാണെന്നും തന്റെ സഹോദരനോട് അവനിങ്ങനെ പെരുമാറുമെന്ന് താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും കൃപ പറയുന്നു. ബലരാമൻ അവളുടെ വികാരങ്ങളെ തള്ളിക്കളയുന്നു. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി അവർ സ്വയം നശിപ്പിക്കാൻ ശ്രമിക്കണോ എന്ന് ചോദിക്കുന്നു. നിരന്തരം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും പ്രായോഗികരമായിരിക്കുക എന്ന് അവളെ പ്രേരിപ്പിക്കുന്നുവെന്നും അദ്ദേഹം അവളോട് പറയുന്നു. ബിസിനസ്സിൽ നിങ്ങൾ അപകട സാധ്യതകൾ കണക്കാക്കണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കുടുംബവികാരങ്ങൾ കോർപ്പറേറ്റ് തന്ത്രങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ അനുവദിച്ചാൽ നിങ്ങൾ സമ്പൂർണ്ണ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂപ്പുകുത്തും. കുടുംബത്തെക്കാൾ ബിസിനസ്സാണ്. കൃപ തന്റെ കോർപ്പറേറ്റ് തന്ത്രങ്ങളെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നും അവ പഠിക്കുന്നതിൽ താല്പര്യമില്ലെന്നും ശക്തമായി എതിർക്കുന്നു. തന്റെ ഏക മുൻഗണന സഹോദരൻ കൃഷാണെന്നും അവൾ പറയുന്നു. ബലരാമൻ കുടുംബത്തെ തന്റെ ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അടിയന്തരമായി ഒരു വഴി കണ്ടെത്തണമെന്ന് ആലോചിക്കാൻ നിൽക്കുമ്പോൾ അവൾ അകത്തു പോകുന്നു. അടുത്ത രംഗത്തിൽ തകർന്ന കൃഷിനെ കൺമണി ആശ്വസിപ്പിക്കുന്നു. വൈകാരികമായി തകർന്നിരിക്കുന്ന കൃഷിയിലേക്കാണ് രംഗം മാറുന്നത്. കൺമണി അവനെ ആശ്വസിപ്പിക്കാൻ സമീപിക്കുന്നു. കൃഷിന്റെ പരിഹാസകരമായ നിരാശയാണ് കാണിക്കുന്നത്. തകർന്നുപോയ കൃഷ് ഇതിനെ തന്റെ വിജയദിനം എന്ന് പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നു. തന്റെ ഉറ്റ സുഹൃത്തായ രാഹുലും സ്വന്തം സഹോദരൻ ബലരാമനും തനിക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും അവരോട് തനിക്ക് വലിയ കടപ്പാടുണ്ടെന്ന് അദ്ദേഹം കഠിനമായി പറയുന്നു. പൂർണ്ണമായും നിരാശനായ അദ്ദേഹം അടുത്തതായി എന്തു ചെയ്യണമെന്നറിയില്ലെന്ന് കൺമണിയോട് പറയുകയും തന്നെ ഒറ്റയ്ക്ക് വിടാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കൺമണി അവന്റെ പക്ഷം വിടാൻ വിസമ്മതിക്കുന്നു. തിരിച്ചു വരാനുള്ള ആത്യന്തിക കഴിവ് അവനുള്ളതിനാൽ ഇതൊരു അസ്ഥിരമായ പരാജയമായി കാണരുതെന്ന് അവൾ അവനോട് പറയുന്നു. ലോകം മുഴുവൻ അകന്നുപോയാലും അവൾ അവനോടൊപ്പം നിൽക്കുന്നുവെന്ന് അവൾ അവനെ ആശ്വസിപ്പിക്കുന്നു. ബലരാമൻ അവിടെ മടുത്തുവെന്നും ഒറ്റ രാത്രി കൊണ്ട് അവരെ വലിച്ചെറിഞ്ഞുവെന്നും കൃഷ് വിലപിക്കുന്നു. ഇത്രയും കാലം അവരോടൊപ്പം നിന്ന ഒരാൾ ഒരു ദിവസം പോലും ഒളിഞ്ഞിരിക്കുന്ന ഒരു കൺമണിയോ ഗൂഢാലോചനയോ കെണിയോ ഇല്ലെങ്കിൽ മടുത്തുപോകില്ലെന്ന് കൺമണി ശക്തമായി വിയോജിക്കുന്നു. ബലരാമൻ മറ്റാരുടെയോ വഞ്ചനാപരമായ കെണിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അവൾ സംശയിക്കുന്നു. തന്റെ അടുത്ത ഘട്ടങ്ങൾ തീരുമാനിക്കാൻ കൃഷ് കുറച്ചു സമയം മാത്രം ചോദിക്കുന്നു.
മാനസയുടെ വിജയം താൽക്കാലികമാണെന്നും കൃഷ്ണൻ ഇപ്പോഴും അവളും സാഗറും കുടുംബത്തിലെ മറ്റുള്ളവരും പിന്തുണ നൽകിയതിനാൽ അയാൾക്ക് ഭയപ്പെടാനൊന്നുമില്ലെന്നും കൺമണി അവന് ഉറച്ചുറപ്പ് നൽകുന്നു. അടുത്ത രംഗത്തിൽ വരുണിനോട് മാനസ തന്റെ മാസ്റ്റർ പ്ലാൻ വെളിപ്പെടുത്തുന്നു. അവസാന ഭാഗത്ത് ബലരാമനുമായുള്ള സംശയാസ്പദമായ പുതിയ ബന്ധത്തെക്കുറിച്ച് വരുൺ മാനസയെ അഭിമുഖീകരിക്കുന്നു. വരുണിന്റെ അസൂയയാണ് കാണിക്കുന്നത്. ബലരാമനുമായി പുതിയൊരു പങ്കാളിത്തം സ്ഥാപിച്ച ശേഷം മാനസ തന്നെ ഉപേക്ഷിക്കാൻ പദ്ധതിയിടുകയാണോ എന്ന് വരുൺ ചോദിക്കുന്നു. തന്നെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കാൻ എന്തെങ്കിലും രഹസ്യ അജണ്ടയുണ്ടോ എന്ന് അയാൾ ചോദിക്കുന്നു. വരുൺ തന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണെന്നും അവനെ മാറ്റി നിർത്താൻ തനിക്ക് ഉദ്ദേശമില്ലെന്നും പറഞ്ഞുകൊണ്ട് മാനസ അവനെ ആശ്വസിപ്പിക്കുന്നു. ബലരാമൻ എന്തിനാണ് എപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുന്നതെന്ന് വരുൺ ചോദിക്കുമ്പോൾ മാനസ ആ തണുത്ത തന്ത്രം വിശദീകരിക്കുന്നു. കൃഷ്ണനെയും കൺമണിയെയും പൂർണ്ണമായും തകർത്ത് മുട്ടുകുത്തുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് അവൾ വെളിപ്പെടുത്തുന്നു. ബലരാമൻ തന്റെ പക്ഷത്തുണ്ടെങ്കിൽ അവരെ നശിപ്പിക്കാൻ തികഞ്ഞ ലിവർ ലഭിക്കും. സാമ്പത്തിക പ്രശ്നമാണെങ്കിൽ എത്ര പണം വേണമെങ്കിലും നൽകാമെന്ന് വരുൺ വാഗ്ദാനം ചെയ്യുന്നു. ഈ ഗൂഢാലോചന പണത്തിനപ്പുറമെന്ന് മാനസ പറഞ്ഞുകൊണ്ട് ഇത് തള്ളിക്കളയുന്നു. കൃഷ്ണനെയും കൺമണിയെയും ഉടൻ തന്നെ കീഴടക്കാൻ നിർബന്ധിക്കുമെന്നതിനാൽ ബലരാമനെ ഒരു പണക്കാരനായി ഉപയോഗിക്കാനും ശാന്തനായിരിക്കാനും പ്രക്രിയയിൽ വിശ്വസിക്കാനും അവൾ അവനോട് പറയുന്നു. ബലരാമൻ ആരാണ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള കൺമണിയുടെ സംശയങ്ങൾ നമുക്ക് കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാം. അടുത്ത രംഗത്തിനായി കാത്തിരിക്കുക.